നമസ്കാരം. N4 ന്യൂസിന്റെ ഉച്ചവാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ആമ്പല്ലൂരിലെ ഗതാഗതക്കുരുക്കിന് താൽക്കാലിക പരിഹാരമായി സർവീസ് റോഡിന്റെ വീതി കൂട്ടി. അതിരപ്പിള്ളി കണ്ണൻകുഴിയിൽ കാട്ടാനകൾ ജനവാസ കേന്ദ്രങ്ങളിൽ ഇറങ്ങി കാർഷിക വിളകളും വീടും നശിപ്പിച്ചു. ചാലക്കുടിയിലും ഇരിങ്ങാലക്കുടയിലും തെരുവനായ ആക്രമണത്തിൽ 14 പേർക്ക് പരിക്കേറ്റു. പറപ്പൂക്കര വിശുദ്ധ ജോൺ നെബുംസ്യാൻ ഫൊറോന പള്ളിയിലെ വിശുദ്ധ ലോന മുത്തപ്പന്റെ തിരുനാൾ ആഘോഷിച്ചു. പണയമായി നൽകിയ വാഹനത്തിന്റെ പണം തിരികെ നൽകി വാങ്ങാത്തതിനെ തുടർന്ന് യുവാവിനെ വീട്ടിൽ കയറി ആക്രമിച്ച 4 പേരെ ചേർപ്പ് പോലീസ് അറസ്റ്റ് ചെയ്തു. കലാഭവൻ മണി സ്മാരകത്തിന്റെ നിർമ്മാണോദ്ഘാടനം 27-ന് നടത്തും. 19 കുടുംബങ്ങൾക്ക് ആധാരം നൽകാത്തതിൽ പ്രതിഷേധിച്ച് CPIM ഗാന്ധിനഗർ ബ്രാഞ്ചിന്റെ നേതൃത്വത്തിൽ 19 കുടുംബങ്ങൾ നഗരസഭാ ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. നെഹ്റു യുവകേന്ദ്രയുടെ പേര് മാറ്റിയ കേന്ദ്ര സർക്കാരിന്റെ നടപടിയിൽ പ്രതിഷേധിച്ച് പുതുക്കാട് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പുതുക്കാട് പ്രതിഷേധ പ്രകടനവും യോഗവും നടത്തി. വിശദമായ വാർത്തയിലേക്ക്. ആമ്പല്ലൂരിലെ ഗതാഗതക്കുരുക്കിന് താൽക്കാലിക പരിഹാരമായി സർവീസ് റോഡിന്റെ വീതി കൂട്ടി. അടിപ്പാത നിർമ്മാണം പുരോഗമിക്കുന്ന ദേശീയപാത ആമ്പല്ലൂരിൽ ചാലക്കുടി ഭാഗത്തേക്കുള്ള യാത്രാ തടസ്സങ്ങൾ ഒഴിവാക്കാനാണ് സർവീസ് റോഡിന്റെ വീതി കൂട്ടിയത്. അടിപ്പാത നിർമ്മാണത്തെ തുടർന്ന് സർവീസ് റോഡിന്റെ വീതി കുറവ് വൻ ഗതാഗതക്കുരുക്കാണ് ഉണ്ടാക്കിയിരുന്നത്. സ്ഥിരമായി ഗതാഗതക്കുരുക്കിലായതോടെ കടുത്ത പ്രതിഷേധത്തിലായിരുന്നു യാത്രക്കാർ. ആമ്പല്ലൂരിലെ ബസ് കാത്തിരിപ്പ് കേന്ദ്രം പൂർണ്ണമായും പൊളിച്ചു നീക്കി യാത്രാ ദുരിതത്തിന് പരിഹാരം കാണുവാൻ RTO, പോലീസ്, NHAI നിർദ്ദേശം നൽകിയിരുന്നു. യു-ടേണിലേക്കുള്ള പ്രവേശനവും വെള്ളിയാഴ്ച രാവിലെ മുതൽ സുഗമമാക്കി. ജംഗ്ഷൻ മുതൽ പുതിയ ബസ് സ്റ്റോപ്പ് നിർമ്മിക്കാൻ നിർദ്ദേശിച്ച ഭാഗം വരെ സർവീസ് റോഡ് ഉയരം കൂട്ടി ടാർ ചെയ്തു. ടാർ ചെയ്ത ഭാഗം ഉറയ്ക്കുന്നതുവരെ സർവീസ് റോഡിലൂടെ ഗതാഗതം താൽക്കാലികമായി തടഞ്ഞിരിക്കുകയാണ്. അടിപ്പാതയോട് ചേർന്ന് തന്നെ ദേശീയപാതയിലേക്ക് വാഹനങ്ങൾ കടത്തിവിടുന്നുണ്ട്. ഇതിനായി കഴിഞ്ഞ ദിവസം സർവീസ് റോഡ് വീതി കുറച്ച് അപ്രോച്ച് റോഡിന്റെ അടിത്തറയ്ക്കായി എടുത്ത കുഴികൾ മൂടി. ഇതോടെ യു-ടേണും സുഗമമായി. വെള്ളിയാഴ്ച രാവിലെ മുതൽ ആമ്പല്ലൂരിൽ ഗതാഗതക്കുരുക്ക് അനുഭവപ്പെട്ടിട്ടില്ല. അതിരപ്പിള്ളി കണ്ണൻകുഴിയിൽ കാട്ടാനകൾ ജനവാസ കേന്ദ്രങ്ങളിൽ ഇറങ്ങി കാർഷിക വിളകളും വീടും നശിപ്പിച്ചു. രാജീവ് എന്നയാളുടെ വീടിന്റെ പിൻഭാഗമാണ് ആന തകർത്തത്. ചുമരും വാതിലും അടർന്നു വീണു. ഇന്ന് പുലർച്ചെ 3 മണിയോടെയായിരുന്നു സംഭവം. കൊന്നക്കുഴി ഫോറസ്റ്റ് സ്റ്റേഷനിൽ നിന്നും വനപാലകർ സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് KK റിജേഷും റവന്യൂ ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തിയിരുന്നു. ചാലക്കുടിയിലും ഇരിങ്ങാലക്കുടയിലും തെരുവനായ ആക്രമണത്തിൽ 14 പേർക്ക് പരിക്കേറ്റു. ചാലക്കുടി നഗരസഭയിൽ കൂടപ്പുഴ ഭാഗത്താണ് തെരുവ് നായയുടെ കൂട്ട ആക്രമണം നടന്നത്. 12 പേർക്ക് ഇവിടെ കടിയേറ്റു. 2 പേരെ തൃശൂർ മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. രാവിലെ മുതൽ ആളുകൾക്ക് കടിയേറ്റത് നഗരസഭ അധികൃതരെ അറിയിച്ചെങ്കിലും ഒരു നടപടിയും എടുത്തില്ലെന്ന് ആരോപണമുണ്ട്. ഇരിങ്ങാലക്കുടയിൽ 2 പേർക്കും നായയുടെ കടിയേറ്റു. ഇരുവരും ഇരിങ്ങാലക്കുട ജനറൽ ആശുപത്രിയിൽ ചികിത്സ തേടി. പറപ്പൂക്കര വിശുദ്ധ ജോൺ നെബുംസ്യാൻ ഫൊറോന പള്ളിയിലെ വിശുദ്ധ ലോന മുത്തപ്പന്റെ തിരുനാൾ ആഘോഷിച്ചു. രാവിലെ നടന്ന ആഘോഷമായ പാട്ടുകുർബാനയ്ക്ക് ഫാദർ വിനിൽ കുരിശുതറ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഫാദർ ഡയസ് ആന്റണി വലിയ മരത്തുങ്കൽ സന്ദേശം നൽകി. ഉച്ചതിരിഞ്ഞ് കുർബാന, തുടർന്ന് തിരുനാൾ പ്രദക്ഷിണം എന്നിവ ഉണ്ടായി. വികാരി ഫാദർ റാഫേൽ പഞ്ഞിക്കാരൻ, അസിസ്റ്റന്റ് വികാരി ഫാദർ ആൽബിൻ പുതുശ്ശേരി, ജനറൽ കൺവീനർ സൈമൺ ജോൺ പുതുപ്പുള്ളിപ്പറമ്പിൽ, ട്രസ്റ്റിമാരായ ജോസ് തട്ല, ജോസ് തെക്കേത്തല, സെക്രട്ടറി റെജിൻ പാലത്തിങ്കൽ എന്നിവർ നേതൃത്വം വഹിച്ചു.
മെയ് 23-ന് 8-ാം ഇടവും ഊട്ടുതിരുനാളും ആഘോഷിക്കും. പണയമായി നൽകിയ വാഹനത്തിന്റെ പണം തിരികെ നൽകി വാങ്ങാത്തതിനെ തുടർന്ന് യുവാവിനെ വീട്ടിൽ കയറി ആക്രമിച്ച 4 പേരെ ചേർപ്പ് പോലീസ് അറസ്റ്റ് ചെയ്തു. കോടന്നൂർ എലുവത്തിങ്കൽ വീട്ടിൽ താറാവ് സണ്ണി എന്ന് വിളിക്കുന്ന സണ്ണി, വെങ്ങിണിശ്ശേരി കൂട്ടാലക്കുന്ന് വലിയ വീട്ടിൽ ഷിജോ, വടൂക്കര പുത്തൻ വീട്ടിൽ ബിബീഷ്, ആലുവ പെരിങ്ങാല വീട്ടിൽ പല്ലൻ സുനി എന്നിവരെയാണ് ചേർപ്പ് പോലീസ് അറസ്റ്റ് ചെയ്തത്. കോടന്നൂരിൽ ചെറിയത്ത വീട്ടിൽ റാഫി എന്നയാൾ സുനിലിൽ നിന്നും 1.5 ലക്ഷം രൂപ വാങ്ങി ഈടായി ദോസ്ത് വണ്ടി നൽകിയിരുന്നു. മാസങ്ങൾക്ക് ശേഷം സുനിൽ പണം തിരികെ ചോദിച്ചപ്പോൾ 3 മാസത്തെ അവധി പറഞ്ഞതിനെ തുടർന്ന് സുനിൽ താറാവ് സണ്ണിയെയും മറ്റ് 2 കൂട്ടാളികളെയും കൂട്ടി കഴിഞ്ഞ 14-ാം തീയതി രാത്രി കോടന്നൂരുള്ള റാഫിയുടെ വീട്ടിലേക്ക് അതിക്രമിച്ച് കയറി ആക്രമിച്ച് കൊലപ്പെടുത്താൻ ശ്രമിക്കുകയായിരുന്നു. ചേർപ്പ് പോലീസ് ഇൻസ്പെക്ടർ രമേശ്, സബ് ഇൻസ്പെക്ടർമാരായ പ്രദീപൻ ടി.എൻ, ജെയ്സൺ ടി.എ, ASI ജ്യോതികുമാർ, സിവിൽ പോലീസ് ഓഫീസർമാരായ മുഹമ്മദ്, റിൻസൺ, സുനിൽ കുമാർ, ഷോണി, ശരത് ചന്ദ്രൻ എന്നിവർ ചേർന്നാണ് പ്രതികളെ പിടികൂടിയത്. കലാഭവൻ മണി സ്മാരകത്തിന്റെ നിർമ്മാണോദ്ഘാടനം 27-ന് നടക്കും. 3 കോടി രൂപ ചെലവിലാണ് ഫോക്ലോർ അക്കാദമിയുടെ നേതൃത്വത്തിൽ ദേശീയപാതയോട് ചേർന്ന് വിദ്യാഭ്യാസ വകുപ്പ് വിട്ടു നൽകിയ ബോയ്സ് സ്കൂൾ ഗ്രൗണ്ടിന്റെ ഭൂമിയിൽ സ്മാരകം നിർമ്മിക്കുന്നത്. നിർമ്മാണോദ്ഘാടനത്തിന്റെ ഭാഗമായുള്ള സംഘാടക സമിതി രൂപീകരണ യോഗം നഗരസഭ ജൂബിലി ഹാളിൽ നടന്നു. സനീഷ് കുമാർ ജോസഫ് MLA അധ്യക്ഷനായി. നഗരസഭാ ചെയർമാൻ ഷിബു വാലപ്പൻ, CPIM ഏരിയ സെക്രട്ടറി KS അശോകൻ, കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് VO പൈലപ്പൻ, നഗരസഭാ പ്രതിപക്ഷ ലീഡർ CS സുരേഷ്, അഡ്വക്കേറ്റ് KB സുനിൽകുമാർ, സംവിധായകൻ സുന്ദർദാസ് തുടങ്ങിയവർ സംസാരിച്ചു. നഗരസഭാ ചെയർമാൻ ജനറൽ കൺവീനറായുള്ള സംഘാടക സമിതി രൂപീകരിച്ചു. 19 കുടുംബങ്ങൾക്ക് ആധാരം നൽകാത്തതിൽ പ്രതിഷേധിച്ച് CPIM ഗാന്ധിനഗർ ബ്രാഞ്ചിന്റെ നേതൃത്വത്തിൽ 19 കുടുംബങ്ങൾ നഗരസഭാ ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. നഗരസഭ 13-ാം വാർഡായ ഗാന്ധിനഗറിലെ 19 കുടുംബങ്ങൾക്ക് ആധാരം നൽകുന്ന കാര്യത്തിൽ നഗരസഭ കാലതാമസം വരുത്തുന്ന നടപടിയിൽ പ്രതിഷേധിച്ചാണ് CPIM ഗാന്ധിനഗർ ബ്രാഞ്ചിന്റെ നേതൃത്വത്തിൽ 19 കുടുംബങ്ങൾ നഗരസഭ ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തിയത്. ആധാരം നൽകാൻ കളക്ടറുടെ ഉത്തരവുണ്ടായിട്ടും നഗരസഭ അനന്തമായി നീട്ടിക്കൊണ്ടു പോവുകയാണെന്ന് സമരക്കാർ ആരോപിച്ചു. CPIM ഏരിയ സെക്രട്ടറി KS അശോകൻ ഉദ്ഘാടനം ചെയ്തു. വാർഡ് കൗൺസിലർ ഷൈജ സുനിൽ അധ്യക്ഷയായി. TP ജോണി, KI അജിതൻ, VJ ജോജി, TD എലിസബത്ത്, PO ബിനു, VK തോമസ് എന്നിവർ സംസാരിച്ചു. നെഹ്റു യുവ കേന്ദ്രയുടെ പേര് മാറ്റിയ കേന്ദ്ര സർക്കാരിന്റെ നടപടിയിൽ പ്രതിഷേധിച്ച് പുതുക്കാട് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പുതുക്കാട് പ്രതിഷേധ പ്രകടനവും യോഗവും നടത്തി. DCC സെക്രട്ടറി സെബി കൊടിയൻ ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് സുധൻ കാരയിൽ അധ്യക്ഷത വഹിച്ചു. DCC സെക്രട്ടറി TM ചന്ദ്രൻ, UDF കൺവീനർ സോമൻ മുത്രത്തിക്കര, ന്യൂനപക്ഷ കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് KJ ജോജു, ബ്ലോക്ക് വൈസ് പ്രസിഡന്റുമാരായ ഷാജു കാളിയേങ്കര, M ശ്രീകുമാർ, മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് രജനി സുധാകരൻ, മണ്ഡലം പ്രസിഡന്റുമാരായ രാജു തളിയപ്പറമ്പിൽ, ഷാഫി കല്ലൂപ്പറമ്പിൽ എന്നിവർ സംസാരിച്ചു. അങ്ങനെ ഒരു പൈതൃകം ഭാരതത്തിന് സമ്മാനിച്ചതിൽ ഏറ്റവും മുഖ്യമായ പങ്ക് വഹിച്ച ഒരാളാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു. നമുക്കറിയാം നെഹ്റുവിന്റെ യുവകേന്ദ്ര യുവഭാരത് എന്ന പേര് മാറ്റി ആവിഷ്കരിക്കുന്ന ഒരു നടപടിയുമായിട്ടാണ് BJP ഗവൺമെന്റ് പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം ഈ കഴിഞ്ഞ ദിവസമാണ് പാലക്കാട് അവർ RSSന്റെ നേതാവിന്റെ പേര് മാറ്റി. അതുപോലെ എല്ലാ കോൺഗ്രസ് പ്രസ്ഥാനം 60 വർഷമായി ഉണ്ടാക്കി. ഇന്നത്തെ സ്വർണ്ണവില നോക്കാം. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഇവാനിയ ഗോൾഡ് തൃശൂർ. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ ഉയർന്ന വിലയ്ക്ക് എടുക്കപ്പെടും. ബാങ്ക്, ധനകാര്യ സ്ഥാപനങ്ങളിൽ പണയം വെച്ചതോ കൈവശം ഉള്ളതോ ഏതുമാകട്ടെ, നിങ്ങളുടെ സ്വർണ്ണാഭരണങ്ങൾ എടുത്തു വിൽക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു. 100% വിശ്വസ്തവും സുതാര്യവുമായ സേവനം ഞങ്ങൾ ഉറപ്പു നൽകുന്നു. ഇവാനിയ ഗോൾഡ് തൃശൂർ.
സ്വർണവിലയിൽ മാറ്റമില്ല. ഗ്രാമിന് 8,720 രൂപ, പവന് 69,760 രൂപ. ഇന്നത്തെ കാലാവസ്ഥ. കൂടിയ താപനില 34 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 25 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ആമ്പല്ലൂരിലെ ഗതാഗതക്കുരുക്കിന് താൽക്കാലിക പരിഹാരമായി സർവീസ് റോഡിന്റെ വീതി കൂട്ടി. അതിരപ്പിള്ളി കണ്ണൻകുഴിയിൽ കാട്ടാനകൾ ജനവാസ കേന്ദ്രങ്ങളിൽ ഇറങ്ങി കാർഷിക വിളകളും വീടും നശിപ്പിച്ചു. ചാലക്കുടിയിലും ഇരിങ്ങാലക്കുടയിലും തെരുവനായ ആക്രമണത്തിൽ 14 പേർക്ക് പരിക്കേറ്റു. പറപ്പൂക്കര വിശുദ്ധ ജോൺ നെബുൻസ്യാൻ ഫൊറോന പള്ളിയിലെ വിശുദ്ധ ലോന മുത്തപ്പന്റെ തിരുനാൾ ആഘോഷിച്ചു. പണയമായി നൽകിയ വാഹനത്തിന്റെ പണം തിരികെ നൽകി വാങ്ങാത്തതിനെ തുടർന്ന് യുവാവിനെ വീട്ടിൽ കയറി ആക്രമിച്ച 4 പേരെ ചേർപ്പ് പോലീസ് അറസ്റ്റ് ചെയ്തു. കലാഭവൻ മണി സ്മാരകത്തിന്റെ നിർമ്മാണോദ്ഘാടനം 27-ന് നടത്തും. 19 കുടുംബങ്ങൾക്ക് ആധാരം നൽകാത്തതിൽ പ്രതിഷേധിച്ച് CPIM ഗാന്ധിനഗർ ബ്രാഞ്ചിന്റെ നേതൃത്വത്തിൽ 19 കുടുംബങ്ങൾ നഗരസഭാ ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. നെഹ്റു യുവകേന്ദ്രയുടെ പേര് മാറ്റിയ കേന്ദ്ര സർക്കാരിന്റെ നടപടിയിൽ പ്രതിഷേധിച്ച് പുതുക്കാട് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പുതുക്കാട് പ്രതിഷേധ പ്രകടനവും യോഗവും നടത്തി. ഇതോടെ ഇന്നത്തെ ഉച്ചവാർത്തകൾ പൂർണ്ണമാകുന്നു. തൃശൂർ ജില്ലയിലെ മുഴുവൻ വാർത്തകളും N4 ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. വാർത്തകളും അറിയിപ്പുകളും സ്വീകരിക്കുന്ന നമ്പർ 9895070239. നന്ദി, നമസ്കാരം.